ദൈവമായ കർത്താവ് നമുക്ക് കനിഞ്ഞു നൽകി നമ്മുടെ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുമ്പോൾ ദൈവത്തിന്റെ ആ പ്രത്യേക കാരുണ്യവും സ്നേഹവും കൃപയും ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ കടന്നു പോവാൻ നമുക്ക് സാധിക്കുന്നത്. നല്ല ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുത്ത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീയമായിട്ട് രോഗപീഠകളാൽ കഷ്ടപ്പെടുന്ന മക്കള്, വേദനയാല് തകർന്നുകൊണ്ടിരിക്കുന്ന മക്കള്, ജീവിതത്തിന്റെ നൊമ്പരത്താല് കണ്ണുനീരുമായിട്ട്, സങ്കടങ്ങളുമായിട്ട്, ദുഃഖങ്ങളുമായിട്ട്, ദുഃഖഭാരവുമായിട്ട് കടന്നു പോകുന്ന മക്കളെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. പ്രത്യേകിച്ച് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4:30 നമ്മൾ വായിക്കുന്ന ഒരു വചനമാണ്. കർത്താവേ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തില് രോഗശാന്തി, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായിട്ട് അവിടുത്തെ കൈകൾ നീട്ടണമേ. സ്ത്രീഹന്മാർ പ്രാർത്ഥിച്ചതുപോലെ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും യേശുവിന്റെ പരിശുദ്ധ നാമം വൈദ്യശാസ്ത്രത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത മേഖലകളിലെ യേശുവിന്റെ നാമം കടന്നു ചെല്ലുമ്പോൾ രോഗശാന്തിയായി, അടയാളമായി, അത്ഭുതമായിട്ട് അവിടെ കടന്നു വരും. നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ വിശ്വാസമാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. കാരണം പൂർണ്ണ ധൈര്യത്തോടെ ദൈവമേ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുവാനും അങ്ങയുടെ നാമത്തിന് മഹത്വം കൊടുക്കുവാനും ജീവനുള്ള ജീവദായകമായിട്ടുള്ള വചനത്തിന്റെ സാക്ഷികളായിട്ട് മാറുവാനും ദൈവമായ കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്ന സമയങ്ങളാണ്. നമുക്ക് വിശ്വസിക്കാം. കാരണം വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 4-ാം തിരുവചനം, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമോ അല്ലെങ്കിൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഒന്നും ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. വാഗ്ദാനം വിശ്വസ്തനായ ദൈവം നമുക്ക് ഉറപ്പ് തരികയാണ്. നമ്മുടെ മിഴികളിൽ നിന്ന് അടർന്നു വീഴുന്ന ഓരോ കണ്ണുനീരെ തുടച്ചു മാറ്റുവാൻ, ദുഃഖത്തിന്റെ, മുറവിളിയുടെ, വേദനയുടെ, മരണത്തിന്റെ ആ ഓരോ ആശങ്കയിൽ നിന്ന് അല്ലെങ്കിൽ ഭയത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം, അത് പഴയതെല്ലാം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. കാരണം നമ്മൾ വിശ്വാസത്തോടെ യേശുവിനെ നോക്കി നമ്മൾ യാത്ര ചെയ്യുകയാണ്. ജെറമ്യാ പ്രവാചകൻ 17:14 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവേ അവിടെ തന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ദൈവമേ, അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ. ഈ ഒരു പ്രത്യാശ നമുക്കൊക്കെ ആവശ്യമാണ്. നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കാം, അല്ലെങ്കിൽ വീടുകളിലായിരിക്കാം, ഏതെല്ലാം തരത്തിലുള്ള ശാരീരിക, മാനസിക, ആത്മീയമായിട്ടുള്ള വേദന, രോഗപീഠകള്, രോഗാണുക്കളുടെ മേല് അധികാരമുള്ള യേശുവിന്റെ നാമം, രോഗാണുക്കളെ നിർവീര്യമാക്കാൻ കഴിവുള്ള യേശുവിന്റെ നാമം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായി, അടയാളമായി, അനുഗ്രഹമായിട്ട് കടന്നു വരണം. ഈശോ നോക്കിയാൽ, ഈശോ ഒന്ന് തൊട്ടാല്, ഈശോ ഒന്ന് അരുളി ചെയ്താൽ മതി, നമ്മുടെ വലിയൊരു സൗഖ്യത്തിന്റെ മേഖല വിടുതലായിട്ട്, അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചവരുണ്ട്, പ്രാർത്ഥന കടന്നു ചെല്ലേണ്ട മേഖലകളുണ്ട്, നമ്മുടെ പ്രാർത്ഥന ഉറപ്പ് കൊടുത്തവരുണ്ട്, നമ്മുടെ പ്രാർത്ഥനയിൽ വിശ്വാസം അർപ്പിക്കുന്നവരുണ്ട്. എവിടെയും എന്തിനും ദേശനാമം മഹത്വപ്പെടുത്തുവാന് ദൈവം ഞങ്ങൾക്കല്ല, കർത്താവെ ഞങ്ങൾക്കല്ല, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ മഹത്വപ്പെടുത്തുവാന് അടിയങ്ങളുടെ ജീവിതത്തെ എടുത്ത് ഉപയോഗിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ദൈവത്തിന് വലിയ കാരുണ്യകൃപ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഇന്നത്തെ ദിവസം മുഴുവനും കർത്താവെ അങ്ങയുടെ കരബലം ഞങ്ങൾ ഇന്ന് കാണണം. രോഗികളുടെ മേൽ അധികാരമുള്ള ഈശോയുടെ നാമം ഞങ്ങളുടെ കൂടി ഉണ്ടാകണം. ഈശോയുടെ കരളിലേക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ മാതാവ്, സകല വിശുദ്ധർ, കാവൽമാലാക്കന്മാര്, പ്രത്യേക കൂട്ടായ്മയുടെ അനുഗ്രഹം, അതിലുപരി തിരുക്കുടുംബത്തിന്റെ വലിയൊരു സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് നല്ലൊരു ദിവസം നമുക്ക് ദൈവമായ കർത്താവ് തരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.